നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MA പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ബ്ലോക്കിലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ സെക്കൻഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് അഥവാ വേരിയസ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. അതായത് മറ്റു വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പഠനത്തെ സഹായിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ പഠനത്തിലുള്ള പലതരത്തിലുള്ള അപ്രോച്ചസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു പഠന ശാഖയാണ്. അതില് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് അപ്രോച്ചുകളുണ്ട്. മെയിൻ ആയിട്ടുള്ള രണ്ട് അപ്രോച്ച്, പിന്നെ അതിന് നമ്മൾ ചില സബ് ഡിവിഷണൽ അപ്രോച്ചുകളും നമുക്ക് പഠിക്കാനുണ്ട്. സോ അപ്പൊ ഏതൊക്കെയാണ് ഈ പൊതുഭരണത്തിലെ പ്രധാനപ്പെട്ട സമീപനങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രാചീനമായിട്ടുള്ള സമീപനമാണ്, അതായത് ക്ലാസിക്കൽ അപ്രോച്ച് ആണ് ആദ്യത്തേത്. രണ്ടാമത്തേത് മോഡേൺ അപ്രോച്ച് ആണ്. മോഡേൺ അപ്രോച്ച് അല്ലെങ്കിൽ നൂതന സമീപനം. അപ്പൊ നമുക്ക് ഈ രണ്ട് അപ്രോച്ചിന്റെയും സബ് ഡിവിഷൻസ് ആണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. എങ്കിലും ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു അപ്രോച്ച് കൂടി ജസ്റ്റ് പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് എമേർജിങ് അപ്രോച്ചസ്, ഇപ്പൊ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അപ്രോച്ചസ് ആണ് അത്. നമുക്കിനി ആദ്യമായിട്ട് ഈ പ്രാചീന സമീപനം അഥവാ ക്ലാസിക്കൽ അപ്രോച്ചിനെ കുറിച്ച് നോക്കാം. ക്ലാസിക്കൽ അപ്രോച്ചിന്റെ സബ് ഡിവിഷൻസും നോക്കാം. അതില് ഒന്നാമത്തേത് ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള ആദ്യ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള അപ്രോച്ചുകളെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ അതില് ഒന്നാമത്തെ അപ്രോച്ച്, ക്ലാസിക്കൽ അപ്രോച്ചസിലെ ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആണ്, അഥവാ സ്ഥാപനപരമായിട്ടുള്ള സമീപനം, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് നോക്കാം. പൊതുഭരണത്തെ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുന്നതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. പൊതുഭരണത്തെ നമുക്ക് പല രീതിയിൽ പഠന വിധേയമാക്കാം. അപ്പോൾ അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സർക്കാരിന്റെ വേരിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കുന്നതിനെയാണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ ഭരണഘടനാപരമായ സ്ഥാപനങ്ങൾ, അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ, അവ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, അതെങ്ങനെയാണ് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതില് പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോ പദ്ധതികളും ജനങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ധാരണ കിട്ടും. ഇനി ഇതിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാല് ഇത് ഒരു പരിശോധനപരമായിട്ടുള്ള ഒരു സമീപനമാണ്. അതായത് ഭരണഘടന പരമായിട്ടുള്ള രേഖകളില് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ്. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കൽ ലെവലിലുള്ള പഠനം ഇവിടെ അസാധ്യമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിലെ ക്ലാസിക്കൽ അപ്രോച്ചസിലെ സെക്കൻഡ് അപ്രോച്ച് ആയിട്ടുള്ള ലീഗൽ അപ്രോച്ച്, നിയമപരമായിട്ടുള്ള സമീപനം, അതാണ് രണ്ടാമത്തേത് നോക്കാം. അതിന്റെ അർത്ഥം ഭരണത്തിന്റെയും ഭരണ നടപടികളുടെയും ഒക്കെ നിയമപരമായിട്ടുള്ള വശമാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പൊ ഒരു ലീഗൽ സൈഡ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലീഗൽ സൈഡ്സ് പഠിച്ചുകൊണ്ട് നമുക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചുള്ള പഠനം നടത്താനായിട്ട് സാധിക്കും. അപ്പൊ ഈ ലീഗൽ അപ്രോച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പേരുകൾ കൂടി അവിടെ നോക്കാനുണ്ട്. ഒന്നാമത്തേത് HF ഗുഡ്നോ ആണ്. ഗുഡ്നോ, GOODNOW, ഗുഡ്നോ എന്നെഴുതുന്നത്, ഗുഡ്നോ. ഓക്കെ, ദെൻ WH വില്ലവി ആണ്. വില്ലവി എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് WILLOUGHY, വില്ലോ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വില്ലവി എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലീഗൽ അപ്രോച്ചസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് നോക്കാം. നിയമപരമായിട്ടുള്ള അധികാരങ്ങളും അതുപോലെ ഉത്തരവാദിത്വം ഒക്കെയാണ് ഭരണത്തിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഭരണ നിർവഹണത്തിന്റെ ആധാരം എന്ന ഒരു അപ്രോച്ചാണ് ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, നിയമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി അതിന്റെ പരിമിതികൾ മാനുഷിക മൂല്യങ്ങളെയും അതുപോലെ സമകാലികമായിട്ടുള്ള ആവശ്യങ്ങളെയും ഒക്കെ അവഗണിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പരിമിതിയായിട്ട് പറയുന്നത്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ആണ്, ചരിത്രപരമായിട്ടുള്ള അപ്രോച്ച്. അപ്പോൾ ഇതിന്റെ ഒരു മീനിങ് എന്ന് വെച്ചാല് പൊതുഭരണത്തിന്റെ ഉത്ഭവവും അതിന്റെ വളർച്ചയും ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ പരിശോധിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളിലൂടെ അല്ലെങ്കിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നതാണ്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാല് ഭരണ സംവിധാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുക എന്ന് വെച്ചാല് ആദിമ ഘട്ടം മുതൽ, അതായത് ഇത് അത്ര പുരാതനമായിട്ടുള്ള ഒന്നല്ല. നമുക്കറിയാം 1950s ഈ പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒരു കാര്യങ്ങളൊക്കെ കോയിൻ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത് കുറച്ച് നൂതനം തന്നെയാണ്. എങ്കിലും അതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ്
പബ്ലിക് അഡ്മിനിസ്ട്രേഷന് ഗുണകരമായിട്ട് വന്നിട്ടുള്ളത്, പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ ഫെയിലിയർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇതിനെ മുൻനിർത്തിക്കൊണ്ട് പുതിയ നല്ല കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ ഇന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ അതൊരു കൊളാപ്സ് ആയിരുന്നു, അപ്പോൾ അതല്ല ഇനി കുറച്ചുകൂടി മെച്ചപ്പെട്ട, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് കൊളാപ്സ് ചെയ്തത്, തകർന്നത്, അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെ ചരിത്രപരമായിട്ടുള്ള ഒരു സമീപനം, ഒരുപാട് പോസിറ്റീവ്സ് ഒക്കെ ഉണ്ട്, എങ്കിലും അതിനുമുണ്ട് ചില പരിമിതികൾ. അപ്പൊ ഭാവിയിൽ ഉപയോഗിക്കേണ്ട പ്രായോഗിക നിർദ്ദേശങ്ങൾ പലപ്പോഴും കൃത്യമായിട്ട് നൽകപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ക്ലാസിക്കൽ അപ്രോച്ചസിൽ, അതായത് പ്രാചീനമായിട്ടുള്ള അപ്രോച്ചസിന്റെ ഡിവിഷൻസ് ആണ് ഇവിടെ നമ്മൾ നോക്കിയത്. സോ ഇനി നമ്മൾ മോഡേൺ അപ്രോച്ചസ്, രണ്ടാമത്തെ അപ്രോച്ചായിട്ട് മോഡേൺ അപ്രോച്ച് പറഞ്ഞിരുന്നല്ലോ. മോഡേൺ അപ്രോച്ചസിന്റെ അതിൽ വരുന്ന മറ്റു അപ്രോച്ചുകളെ കുറിച്ച്, അതിന്റെ ഡിവിഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഒന്നാമത്തേത് ശാസ്ത്രീയ ഭരണ നിരൂപണ സമീപനം എന്നറിയപ്പെടുന്ന സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് ആണ്. ഇതിന്റെയൊക്കെ മലയാളം പേരുകളെക്കാൾ ലളിതം ഇംഗ്ലീഷ് പേരുകളാണ്. സയന്റിഫിക് മാനേജ്മെന്റ് അപ്രോച്ച് അഥവാ ശാസ്ത്രീയ ഭരണ നിരൂപണ സമീപനം എന്ന് പറയാം. അപ്പോ ഇതിന്റെ ഒരു മീനിങ് എന്താണ്, ഈ സയന്റിഫിക് അപ്രോച്ച് എന്ന് നോക്കാം. അത് ഗവേഷണങ്ങളും, അതായത് പലതരത്തിലുള്ള റിസർച്ചസും കണക്കുകൂട്ടലുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പൊതുഭരണം നടപ്പിൽ വരുത്തുന്നത്. കുറച്ചുകൂടി വളരെ ശാസ്ത്രീയമായ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയമായ രീതിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ അപ്രോച്ച് ചെയ്യുന്നതാണ് ഇത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതിനിധികള് ഫ്രെഡറിക് ടൈലർ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ടൈലറിസത്തെ കുറിച്ച് ടൈലറുടെ ആശയങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇദ്ദേഹമാണ്, ടൈലറാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ഇതിൽ വരുന്ന പ്രധാന സിദ്ധാന്തങ്ങള് പലതരത്തിലുള്ള പ്രൊഫഷൻസിന്റെ, ജോലികളുടെ ശാസ്ത്രീയമായിട്ടുള്ള വിഭജനം, അതായത് ഡിവിഷൻ ഓഫ് ലേബർ, അതുപോലെ അതേ മുൻനിർത്തിയൊക്കെയുള്ള സമീപനങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഇവിടെ കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾക്കും സ്റ്റാറ്റിസ്റ്റിക്സിനും ഒക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യത്വപരമായിട്ടുള്ള ഘടകങ്ങൾ കുറച്ചേ ഡിസ്കസ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സമീപനം എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ആണ്. മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സമീപനം. അതായത് നമ്മളിപ്പോ ഈ സയന്റിഫിക് അപ്രോച്ചിന്റെ പരിമിതി എന്താണ്, അതിലെ ഒരു ഹ്യൂമൻ അപ്രോച്ച് കുറയുന്നു എന്നുള്ളതാണല്ലോ, മാനവികമായിട്ടുള്ള സമീപനം കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സമീപനം, മാനവിക സമീപനമാണ് അടുത്തത്, വ്യക്തിത്വപരമായ സമീപനം അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് എന്ന് പറയാം. ഇതിന്റെ അർത്ഥം മാനവ വിഭവശേഷിയെയും അതുപോലെ ജോലി സ്ഥലത്തെ തൊഴിലാളികൾ തമ്മിലുള്ള ബന്ധത്തെയും സോഷ്യൽ റിലേഷൻസിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പഠനമാണ്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ഒരു സിദ്ധാന്തത്തിന്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് എൽട്ടൺ മേയോ ആണ് ഇതിന്റെ ഒരു പ്രധാന ഉപജ്ഞാതാവ്. എൽട്ടൺ മേയോ, അതുപോലെ തന്നെ ഹോതോൺ എന്നൊക്കെ പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നിങ്ങൾ എല്ലാ പേരുകളും പഠിക്കേണ്ടതില്ല, പക്ഷെ പ്രധാനപ്പെട്ട ചിന്തകന്മാരൊക്കെ വരുന്നത് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ ടൈലറെ കുറിച്ചൊക്കെ പറഞ്ഞു, അതുപോലെ മേയോയെ കുറിച്ചൊക്കെ പറഞ്ഞു, ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ മനോഭാവങ്ങളും അതുപോലെ തന്നെ ജോലി സ്ഥലത്തെ ബന്ധങ്ങളും പൊതുഭരണത്തിന്റെ വിജയത്തിന് അടിസ്ഥാനമാണെന്നാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്, ഇത് പ്രവർത്തനക്ഷമതയെ കുറിച്ച് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ മാനവിക മൂല്യങ്ങൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഇത് പ്രവർത്തനക്ഷമതയെ ഗുണകരമായിട്ടാണോ ദോഷകരമായിട്ടാണോ ബാധിക്കുന്നത് എന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് ബിഹേവിയറൽ അപ്രോച്ച് ആണ്. അതായത് പെരുമാറ്റ ശാസ്ത്ര സമീപനം എന്ന് പറയാം, ബിഹേവിയറൽ അപ്രോച്ച്. അപ്പൊ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിശോധിക്കുന്നത് പൊതുഭരണത്തെ എങ്ങനെയാണ് വ്യക്തികളുടെ പെരുമാറ്റ രീതികളും മനഃശാസ്ത്രപരമായ ഘടകങ്ങളും ഒക്കെ സ്വാധീനിക്കുന്നത്. ഇതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന പ്രതിനിധി എന്ന് പറയുന്നത് ചെസ്റ്റർ ബേർണാഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. ചെസ്റ്റർ ബേർണാഡ്, അതുപോലെ തന്നെ ഹെർബർട്ട് സൈമൺ, ഇവരാണ് ഈ ഒരു ബിഹേവിയറൽ അപ്രോച്ചസിന്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാക്കള്. അപ്പോ ഇതിന്റെ ഈ ഒരു സിദ്ധാന്തം ഒരു ഔപചാരികത അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു അപ്രോച്ചാണ് സിസ്റ്റം അപ്രോച്ച്. അതായത് പൊതുഭരണം ഒരു സമഗ്രമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു വ്യൂഹമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ പ്രധാന പ്രതിനിധി ബോഡൻഹൈമർ ആണ്.
WG ബോർഡൻഹൈമർ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രൊപ്പോണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് എന്ന ഒരു സമീപനമാണ്. ഒരു ഇൻപുട്ട് ഉണ്ടാകും, അതായത് ഒരു പദ്ധതി, ഒരു ഗവൺമെന്റിന്റെ ഒരു പോളിസിക്ക് ഒരു ഇൻപുട്ട് ഉണ്ടാകും, അതിന്റെ ഒരു റിസൾട്ട് ഉണ്ട്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു പ്രോബ്ലം ആയിരിക്കാം, ഒരു സോഷ്യൽ പ്രോബ്ലം ആയിരിക്കാം അതിന്റെ ഇൻപുട്ട്. അതായത് കുടിവെള്ള പ്രശ്നം, സപ്പോസ് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ കുടിവെള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ജനങ്ങള് കുടിവെള്ളം ഇല്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു ഇൻപുട്ടായിട്ട് നമുക്ക് പറയാം. അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? കുടിവെള്ളം എത്തിക്കുന്നു, സർക്കാർ ആ പദ്ധതി നടപ്പിലാക്കി കുടിവെള്ളം എത്തിക്കുന്നു. അപ്പൊ ഔട്ട്പുട്ട്, ആ പ്രോഗ്രാമാണ് സക്സസ്ഫുൾ ആയി. ദെൻ വാട്ട്സ് ദ ഫീഡ്ബാക്ക്? ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ജനങ്ങള് കുടിവെള്ളം കിട്ടി. അപ്പൊ അതിൽ ജനങ്ങൾക്ക് വാചികമായിട്ടുള്ള ഫീഡ്ബാക്കുകളും വരും. കൂടാതെ ഈ കുടിവെള്ളം കിട്ടിയതോട് കൂടിയിട്ട് ജനങ്ങൾക്ക് മറ്റു പല മേഖലകളിലും അതിന്റെ ഉപമായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ സബ്സിഡറി ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതാണ് അതിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു സിദ്ധാന്തം. അപ്പൊ ഇതില് തിയററ്റിക്കൽ ആണ്, പ്രായോഗിക നിർദ്ദേശം കുറവാണ് എന്നുള്ള ഒരു ആക്ഷേപം ഇതിനും ഉണ്ട്. ഇനി അടുത്ത സിദ്ധാന്തം എമേർജിംഗ് അപ്രോച്ചസിൽ വരുന്നതാണ്. അത് പൊതുജന സംബന്ധിത സമീപനം, അതായത് പബ്ലിക് ചോയ്സ് അപ്രോച്ച് എന്നാണ് ഇത് പറയുന്നത്. പബ്ലിക് ചോയ്സ്, പൊതുജനങ്ങളുടെ ചോയ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്രോച്ച്. അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് പൊതുനയങ്ങൾ രൂപീകരിക്കപ്പെടേണ്ടത് എന്നുള്ളത്. ഇപ്പൊ വിൻസെന്റ് ഓൺസ്ട്രോം ആണ് ഇതിന്റെ ഉപജ്ഞാതാവ്. ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പില് സ്വാതന്ത്ര്യം, ജനങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ ചോയ്സ് ചെയ്യാനുള്ള, തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം. പദ്ധതികൾ, നയങ്ങൾ തെരഞ്ഞെടുക്കാൻ ജനങ്ങൾക്ക് ഒരു ചോയ്സ് ജനങ്ങൾക്കായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ സമീപനം ജനങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകുന്നില്ല. എങ്ങനെയാണ് ജനങ്ങൾ ചോയ്സ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു പരിശീലനം ഒന്നും നൽകുന്നില്ല. അപ്പൊ പിന്നെ ഈ സിസ്റ്റം പരാജയപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെ? അതായത് സർക്കാരിനോട് ജനങ്ങളുടെ ചോയ്സ് ആണ് നയങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ സർക്കാർ അവിടെ പിന്നെ ഒന്നും ചെയ്യാനില്ല, ഗവൺമെന്റ് അവിടെ നിൽക്കുകയാണ്. ജനങ്ങൾ പറയുന്ന ചോയ്സ് അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ ജനങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ചോയ്സ്, എന്താണ് ഡെവലപ്മെന്റിന് കൂടുതൽ നല്ലത് എന്നുള്ളതിനെ കുറിച്ച് കാര്യമായ പരിശീലനം കിട്ടാത്തിടത്തോളം കാലം ഇത് ഒരു ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരു സിസ്റ്റമായിട്ട് വരും. ദെൻ ഡെവലപ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ അപ്രോച്ച് ആണ്, അതായത് വികസനപരമായിട്ടുള്ള ഒരു സമീപനമാണ്. അപ്പൊ ഇതിൽ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് പൊതുഭരണത്തിന്റെ പ്രവർത്തനം പരിപോഷിപ്പിക്കണം എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് ഇത്. ഇതിന്റെ പ്രധാനപ്പെട്ട പ്രതിനിധി എന്ന് പറയുന്നത് ഹെറാൾഡ് റിക്സ് ആണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനം, തൊഴിൽ സൃഷ്ടിക്കുക, സാമൂഹിക നീതി ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു രീതി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പരിമിതി എന്ന് പറയുന്നത്, വികസനം മാത്രം ലക്ഷ്യം വെക്കുമ്പോൾ ഭരണ കാര്യക്ഷമത കുറയും. അതായത് വികസന പ്രവർത്തനങ്ങൾ മാത്രം കൊണ്ടുവരുമ്പോൾ എന്താ സംഭവിക്കുക? ചെലവുകൾ മാത്രമാകും, അല്ലെ? വരവ് കുറയും. അപ്പോൾ അത് ഗവൺമെന്റിനെ മന്ദീഭവിപ്പിക്കും, ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ മുരടിപ്പിക്കുന്നതാണ് ഈ ഒരു അപ്രോച്ച്. എന്താണ് ഇതിന്റെ ഒരു പരിമിതി? ഇനി ഇതില് പൊതുഭരണത്തിന്, അതിന്റെ പഠനത്തിന് പലതരത്തിലുള്ള ഇതിന്റെ ഒരു രത്ന ചുരുക്കമാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്നുള്ളതിന്റെ ഒരു രത്ന ചുരുക്കം. പൊതുഭരണത്തിന് അതിന്റെ പഠനത്തിന് വിവിധങ്ങളായിട്ടുള്ള അപ്രോച്ചുകളുണ്ട്. പല സമീപനങ്ങളിലൂടെയാണ് അത് പഠിക്കുന്നത്. അപ്പൊ സമഗ്രമായിട്ടുള്ള ഭരണ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിനും അത് ജനങ്ങൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനും ഒക്കെ ഈ തരത്തിലുള്ള അപ്രോച്ചസ് സഹായിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ക്ലാസിക്കൽ എന്നും മോഡേൺ എന്നും രണ്ടായിട്ട് തിരിക്കാം. അതിൽ ക്ലാസിക്കൽ അപ്രോച്ചസിൽ കുറെ അപ്രോച്ചുകളും മോഡേൺ അപ്രോച്ചിൽ കുറെ അപ്രോച്ചുകളും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.